കഥകളിങ്ങനെ മാറി മറിയുമെന്ന് കരുതിയില്ല അല്ലേ? എടാ, എത്ര വലിയ വാലാട്ടിയാണെങ്കിലും മനുഷ്യനാണോ അവൻ്റെ ജീവനിൽ പേടിയുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്നെയും എൻ്റെ കൂട്ടുകാരെയും പോലെ ചങ്കുറപ്പുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നാൽക്കാലികളായിരിക്കണം. അവറ്റകള് വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, യജമാനന് വേണ്ടി ചിലപ്പോൾ മരിച്ചെന്നും വരും. നീയേ നട്ടലുറയ്ക്കാത്ത ഒരുത്തനാ. അപ്പൊ പിന്നെ നിന്റെ സഹായിയോ? അവന്റെ ദേഹത്തൊരു ബോംബ് വെച്ചിട്ട് നിന്നെ കൊല്ലണോന്ന് പറഞ്ഞാലേ അവൻ കൊല്ലും. കാരണം അവന് അവന്റെ ജീവനാ വലുത്. എടാ, ഇതിനകത്തിട്ട് ഇടിച്ചാലേ നിന്റെ കൈ നോത്തേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. എടാ, കണ്ണൻ സാറിന്റെ നട്ടലിന് സ്വാധീനം നഷ്ടപ്പെട്ടു ഒരു ആക്സിഡന്റിന് ശേഷം. എന്നാൽ അദ്ദേഹത്തിന് നട്ടലില്ലാത്തതും നിനക്കുള്ളതുമൊക്കെ ഒരുപോലെയാ. നട്ടലിന് സ്വാധീനം കുറഞ്ഞെങ്കിലും അദ്ദേഹം നട്ടലിലുള്ളവരെ പോലെയാ ഓരോന്ന് പ്രവർത്തിക്കുന്നതും പറയുന്നതും. എന്നാലേ നിന്റെ കാര്യം അങ്ങനല്ല. നട്ടലിന് നിനക്ക് സ്വാധീനം ഉണ്ടെങ്കിലും ഇന്ന് വരെ നീ നിന്റെ നട്ടല് നിവർത്തി പിടിച്ചിട്ടില്ല. അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ചുക്കും സംഭവിക്കൂലടാ. നിന്റെ മുന്നില് ഇങ്ങനൊരു വിധി ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഇടിച്ച് നിന്നെ പഞ്ചറാക്കാത്തത്. അല്ലെങ്കിൽ നീ ഇപ്പം നിന്റെ അച്ഛനോടൊപ്പം വീൽ ചെയറിൽ ഇരുന്നേനെ. അന്ന് തോമസ് സാറിന്റെ അഗസ്ത്യ കൂടത്തിൽ വെച്ച് അതിനുള്ള സാഹചര്യം ഒരുപാട് നീ ഉണ്ടാക്കിയതാ. അന്നൊക്കെ ഞാൻ നിന്നെ വെറുതെ വിടുമായിരുന്നു. ഇനി പക്ഷേ അതല്ല സ്ഥിതി. നിനക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ സ്നേഹിക്കുന്നവർക്ക് നേരെ നിന്റെ നോട്ടം പോയ അവരുടെ ജീവിതവും ഭാവിയും നീ കാരണം തകർന്ന അവിടെ നീയും തീർന്നെന്ന് കൂട്ടിക്കും. ഞാൻ സ്നേഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക് ചുറ്റും ഒരു വലയുണ്ട്. ആ വലയത്തിന് പുറത്ത് ഞാൻ ഉൾപ്പെടെ പലരും ഉണ്ട്. അവരിൽ ചിലര് അവർക്കുണ്ടാകുന്ന അപകടങ്ങൾ മുൻകൂട്ടി അറിയിക്കേണ്ടവരെ അറിയിക്കും. ചിലപ്പോ എന്നെയും. പ്രതാപൻ വച്ച ഗുണ്ടകള് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോയപ്പോ ആ ഗുണ്ടകളിൽ നിന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് അവരുടെ മുന്നിലേക്ക് പോകുന്നത്. അതൊരു ദൈവനിയോഗമാണ്. കൃത്യസമയത്ത് സന്ദേശം കൊടുക്കാൻ ആൾക്കാരുണ്ടെന്ന് നീ കൂട്ടിക്കും. എന്നുവെച്ചാ മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും ഒക്കെ അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തോടാണ് നീ നേരിട്ട് യുദ്ധം ചെയ്യുന്നതെന്ന് ഓർത്താ നന്നായിരിക്കും. മാല കണ്ടല്ലോ. മകരമാസത്തിൽ മല ചവിട്ടും കണ്ണൻ സാറിനൊപ്പം ഞാനും ലോപ്പസും. അദ്ദേഹം 18ാം പടിയും കടന്ന് അയ്യപ്പ ദർശനം നടത്തുകയും ചെയ്യും. അതിനു മുമ്പ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് നീ ഇറങ്ങുകയാണെങ്കിൽ നിന്റെ കാര്യം നോക്കി നീ ജീവിച്ചോണം. അല്ലെങ്കിലേ നിന്റെ ഹൃദയത്തിലെ ഓട്ട വീഴും.